ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ടൈം ഡൊമൈൻ അനാലിസിസ് ഓഫ് ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റംസ്. റെസ്പോൺസ് ഓഫ് ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം അതെന്താണ്? റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടാണ്. അപ്പോൾ ടോട്ടൽ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ സീറോ സ്റ്റേറ്റ് റെസ്പോൺസും അതുപോലെ സീറോ ഇൻപുട്ട് റെസ്പോൺസിൻ്റെയും സം എന്ന് നമുക്കവിടെ പറയാം. അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ടോട്ടൽ റെസ്പോൺസ് ഇസ് ഈക്വൽ ടു സീറോ സ്റ്റേറ്റ് റെസ്പോൺസ് പ്ലസ് സീറോ ഇൻപുട്ട് റെസ്പോൺസ്. അപ്പോൾ അതിൽ എന്താണ് സീറോ സ്റ്റേറ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻപുട്ടിനെ മാത്രം ആണ് അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതായത് ഇനീഷ്യൽ സ്റ്റേറ്റ് സീറോ ആയിരിക്കും. അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. റെസ്പോൺസ് ഡ്യൂ ടു ഇൻപുട്ട് അലോൺ വെൻ ദ ഇനീഷ്യൽ സ്റ്റേറ്റ് ഈസ് സീറോ. അതാണ് സീറോ സ്റ്റേറ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സീറോ ഇൻപുട്ട് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും? അത് ഇൻപുട്ട് സീറോ ആയിരിക്കും. അത് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഇനീഷ്യൽ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. എന്താ ഡിപ്പെൻഡ് ചെയ്യുന്നത്? എന്തിനായിരിക്കും? അത് ഇനീഷ്യൽ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് ഇൻപുട്ട് ഈസ് സീറോ. ഒരു ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിന് നമുക്ക് ഒരു nth ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് നമുക്കിവിടെ റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ അതാണ് അതിൻ്റെ ഫോം. നമുക്കിവിടെ ഇങ്ങനെയാണ് വരുന്നത്. സിഗ്മ കെ ഇസ് ഈക്വൽ ടു 0 to n a k y of n minus k is equal to sigma k is equal to 0 to m b k x of n minus k. അവിടെ ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ് അവിടെ എന്ത്? ഓർഡർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ ഉണ്ടല്ലോ. സൊല്യൂഷൻ നമുക്ക് രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. അതായത് y ഓഫ് n എന്ന് പറയുന്നത് yh ഓഫ് n പ്ലസ് yp ഓഫ് n. അതായത് ഈ yh ഓഫ് n എന്ന് പറയുന്നത് എന്താണ്? ഹോമോജീനിയസ് സൊല്യൂഷൻ അല്ലെങ്കിൽ കോംപ്ലിമെന്ററി സൊല്യൂഷൻ. ആൻഡ് yp ഓഫ് n നമ്മൾ പറയുന്നത് പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ്. അപ്പോൾ സൊല്യൂഷൻ നമ്മളിവിടെ ഹോമോജീനിയസ് സൊല്യൂഷനും കണ്ടുപിടിക്കണം, അതുപോലെ പർട്ടിക്കുലർ സൊല്യൂഷനും കണ്ടുപിടിക്കണം. സോ നമുക്ക് എങ്ങനെയാണ് നാച്ചുറൽ റെസ്പോൺസ് കണ്ടുപിടിക്കാൻ നോക്കാം. സോ നാച്ചുറൽ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സീറോ ഇൻപുട്ട് റെസ്പോൺസ് ആയിരിക്കും. അപ്പോൾ ഫോർ എ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം ദ നാച്ചുറൽ റെസ്പോൺസ് ഈസ് ദ സൊല്യൂഷൻ ഓഫ് ഹോമോജീനിയസ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ ഉണ്ടല്ലോ, അവിടെ ഹോമോജീനിയസ് എന്ന് പറയുമ്പോൾ അവിടെ RHSലെ ടേം സീറോ ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? സിഗ്മ കെ ഇസ് ഈക്വൽ ടു 0 to n a k y of n minus k is equal to b k x of n minus k എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അതിൽ RHS സീറോ ആയിരിക്കും, ഹോമോജീനിയസ് ഇക്വേഷൻ ആയതുകൊണ്ട്. ഹോമോജീനിയസ് സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സൊല്യൂഷൻ്റെ ഫോം നമുക്ക് ഇങ്ങനെയാണ് വരിക. yh ഓഫ് n ഇസ് ഈക്വൽ ടു ലാംഡ റേസ് ടു n നമ്മളിവിടെ കൊടുക്കണം. ലാംഡ റേസ് ടു n നമ്മളിവിടെ എന്ത് ചെയ്യണം? ഈ ഒരു ഇക്വേഷൻ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ a k എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, y ഓഫ് n മൈനസ് k ആണ് വരുന്നത് അല്ലേ. അപ്പോൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ ലാംഡ റേസ് ടു n ആണല്ലോ. അപ്പോൾ ഇവിടെ n ഉള്ളിടത്ത് ഈ n മൈനസ് k ഇട്ട് കൊടുക്കും, കാരണം നമുക്കുള്ളത് y ഓഫ് n മൈനസ് k ആണ് വരുന്നത്. സോ ദ ഇക്വേഷൻ ബിക്കംസ് എങ്ങനെയാണ്? സിഗ്മ കെ ഇസ് ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി a k. ഇവിടെ y ഓഫ് n മൈനസ് k എന്ന് പറയുമ്പോൾ അവിടെ ലാംഡ റേസ് ടു n ഉള്ളിടത്ത് n മൈനസ് k ഇട്ട് കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 0, ഹോമോജീനസ് ആയതുകൊണ്ട്. ഇനി നമ്മൾ ഈ കേക്ക് ഓരോ വാല്യൂസ് നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് 0 to ക്യാപിറ്റൽ n വരെ നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ അവിടെ a0യുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? 1 ഇൻറ്റു ലാംഡ റേസ് ടു n. അതായത് n മൈനസ് കെക്ക് 0 കൊടുക്കേണ്ടതാണ്. അപ്പോൾ അവിടെ n മൈനസ് 0 എന്ന് പറയുമ്പോൾ n ആണ് വരുന്നത്. അങ്ങനെ ലാംഡ റേസ് ടു n പ്ലസ് ഇനി കേക്ക് 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ അവിടെ a1 ലാംഡ റേസ് ടു n മൈനസ് 1 വരും. അങ്ങനെ അവിടെ a1 ലാംഡ റേസ് ടു n മൈനസ് 1 പ്ലസ് a2 ലാംഡ റേസ് ടു n മൈനസ് 2 പ്ലസ് എക്സെട്ര അപ് ടു ലാസ്റ്റ് ടേം എന്തായിരിക്കും വരെ? ഇവിടെ n ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ an ലാംഡ റേസ് ടു n മൈനസ് ക്യാപിറ്റൽ n എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി നമ്മൾ ഈ ലാസ്റ്റ് ടേം ഉണ്ടല്ലോ, ലാംഡ റേസ് ടു n മൈനസ് ക്യാപിറ്റൽ n, അത് നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ അവിടെ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? നമുക്ക് ഇവിടെ ലാംഡ റേസ് ടു n ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ വരാം ലാംഡ റേസ് ടു ക്യാപിറ്റൽ n പ്ലസ് a1 ലാംഡ റേസ് ടു n മൈനസ് 1 പ്ലസ് a2 ലാംഡ റേസ് ടു n മൈനസ് 2 പ്ലസ് എക്സെട്ര അപ് ടു an മൈനസ് 1 ലാംഡ പ്ലസ് an എന്നുള്ള വരും. അത് ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്, ഹോമോജീനിയസ് ആയതുകൊണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, അതായത് നമ്മൾ ഇത് എടുത്ത് എഴുതി ലാംഡ റേസ് ടു n പ്ലസ് a1 ലാംഡ റേസ് ടു n മൈനസ് 1 പ്ലസ് എക്സെട്ര അപ് ടു an മൈനസ് 1 ലാംഡ പ്ലസ് an ഈക്വൽ ടു 0. ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇതൊരു nth ഓർഡർ സിസ്റ്റമാണ് അല്ലേ. ക്യാപിറ്റൽ n ആണ് അവിടെ ഓർഡർ വരുന്നത്.
അപ്പോൾ അത്രയും റൂട്ട്സ് നമുക്കവിടെ ഉണ്ടായിരിക്കും. എത്രയാണോ ഓർഡർ വരുന്നത് അത്രയും റൂട്ട്സ് നമുക്കവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഫാക്ടറൈസ്ഡ് ഫോമിൽ നമ്മൾ ഇത് എഴുതാണെങ്കിൽ ലാംഡ മൈനസ് ലാംഡ 1 ഇൻറ്റു ലാംഡ മൈനസ് ലാംഡ 2 എക്സെട്രാ ടു ലാംഡ മൈനസ് ലാംഡ n ഇസ് ഈക്വൽ ടു 0 എന്നിവിടെ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇക്വേറ്റ് ചെയ്ത് നമുക്ക് അവിടെ റൂട്ട്സ് കിട്ടും. അവിടെ റൂട്ട്സ് എന്തായിരിക്കും വരാം? ലാംഡ 1 ലാംഡ 2 എക്സെട്രാ ടു ലാംഡ n. അതായിരിക്കും അവിടെ nth ഓർഡർ സിസ്റ്റത്തിൻ്റെ റൂട്ട്സ് നമുക്കവിടെ കിട്ടാം. ഇനി നമ്മൾ ഈ കണ്ടുപിടിക്കുന്ന റൂട്ട്സ് ഉണ്ടല്ലോ, അത് 3 ടൈപ്സ് ഉണ്ട്. അത് ഒന്നെങ്കിൽ ഡിസ്റ്റിങ്ക്ട് റൂട്ട്സ് ആയിരിക്കാം. ഡിസ്റ്റിങ്ക്ട് റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലാംഡ 1 ലാംഡ 2 അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടാം. ആൻഡ് സെക്കൻഡ് വൺ ഇസ് റിപ്പീറ്റഡ് റൂട്ട്. റിപ്പീറ്റഡ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാംഡയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അതിന് സെയിം വാല്യൂ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ റിപ്പീറ്റഡ് റൂട്ട് എന്ന് പറയും. ആൻഡ് തേർഡ് വൺ ഇസ് കോംപ്ലക്സ് റൂട്ട് എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് കോൺജുഗേറ്റിലായിരിക്കും അവിടെ റൂട്ട്സ് എക്സിസ്റ്റ് ചെയ്യുക. സോ നമുക്കവിടെ ഫസ്റ്റ് കേസ് നോക്കാം, ഡിസ്റ്റിങ്ക്ട് റൂട്ട്സ്. ഡിസ്റ്റിങ്ക്ട് റൂട്ട്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ലാംഡ 1 ലാംഡ 2 എക്സെട്രാ ടു ലാംഡ n ആണ് റൂട്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഹോമോജിനിയസ് സൊല്യൂഷൻ നമുക്ക് എങ്ങനെ എഴുതാം? YH of n C1 ലാംഡ 1 റേസ് ടു n പ്ലസ് C2 ലാംഡ 2 റേസ് ടു n പ്ലസ് എക്സെട്രാ ടു Cn ലാംഡ n റേസ് ടു n എന്ന് എഴുതാം. അവിടെ C1 C2 എക്സെട്രാ ടു Cn എന്ന് പറയുന്നത് ആർബിട്രറി കോൺസ്റ്റൻസ് ആയിരിക്കും. ഇതാണ് എൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ സെക്കൻഡ് കേസ് റിപ്പീറ്റഡ് റൂട്ട്സ്. റിപ്പീറ്റഡ് റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ലാംഡയുടെ വാല്യൂ റിപ്പീറ്റ് ചെയ്ത് വരാണെങ്കിൽ അതാണ് എഴുതിയിട്ടുള്ളത്. ഇഫ് എ റൂട്ട് ലാംഡ 1 ഈസ് റിപ്പീറ്റഡ് m ടൈംസ് ആൻഡ് റിമൈനിങ് n മൈനസ് m റൂട്ട്സ് ആർ ഡിസ്റ്റിങ്ക്ട്. നമുക്കിപ്പോൾ ടോട്ടൽ ഒരു nth ഓർഡർ സിസ്റ്റം ആണെങ്കിൽ n സൊല്യൂഷൻ ഉണ്ട്, അതായത് ക്യാപിറ്റൽ N നമ്പർ ഓഫ് സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് m റൂട്ട്സ് അതിൽ റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ ഹോമോജിനിയസ് സൊല്യൂഷൻ എങ്ങനെ എഴുതാം? നമുക്ക് എത്രയാണോ റിപ്പീറ്റ് ചെയ്യണത്, അതായത് m ടൈംസ് ആണല്ലോ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ C1 പ്ലസ് C2 n പ്ലസ് C3 n സ്ക്വയർ പ്ലസ് ലാസ്റ്റ് ടൈം എന്തായിരിക്കും വരാം? CM n റേസ് ടു m മൈനസ് 1 ആയിരിക്കും വരാം. കാരണം m റൂട്ട്സ് m ടൈംസ് അല്ല അവിടെ റിപ്പീറ്റ് ചെയ്യണത്, അതുകൊണ്ടാണ് അവിടെ CM n റേസ് ടു m മൈനസ് 1. ഇനി ഇൻറ്റു ലാംഡ 1 റേസ് ടു n വരുന്നു. പ്ലസ് ഇനി റിപ്പീറ്റ് ചെയ്യാത്ത റൂട്ടുകളാണ് പിന്നീട് നമ്മളവിടെ എഴുതിയിട്ടുള്ളത്. CM പ്ലസ് 1 ലാംഡ m പ്ലസ് 1 ഹോൾ റേസ് ടു n പ്ലസ് Cm പ്ലസ് 2 ലാംഡ m പ്ലസ് 2 റേസ് ടു n പ്ലസ് എക്സെട്രാ ടു Cn ലാംഡ n റേസ് ടു n. ഇങ്ങനെ നമുക്കവിടെ വരും ഹോമോജീനിയസ് സൊല്യൂഷൻ റിപ്പീറ്റഡ് റൂട്ട്സിൻ്റെ കേസിൽ. ഇനി കേസ് 3 കോംപ്ലക്സ് റൂട്ടിൻ്റെ കേസിൽ അവിടെ ലാംഡ ഇസ് ഈക്വൽ ടു a പ്ലസ് ഓർ മൈനസ് JB ഫോമിലാണ് നമുക്കവിടെ റൂട്ട്സ് എന്നുണ്ടെങ്കിൽ, അതായത് ലാംഡ 1 എന്ന് പറയുന്നത് a പ്ലസ് JB യും ലാംഡ 2 എന്ന് പറയുന്നത് അതിൻ്റെ കോൺജുഗേറ്റ് a മൈനസ് JB യും ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഹോമോജിനിയസ് സൊല്യൂഷൻ നമ്മൾ എഴുതാം r റേസ് ടു n a1 cos n തീറ്റ പ്ലസ് a2 sin n തീറ്റ. ഇതാണ് അതിൻ്റെ ഫോം എന്ന് പറയുന്നത്. അതിന് a1 a2 എന്ന് പറയുന്നത് ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണ്. ആൻഡ് ഈ സ്മോൾ r ഉണ്ടല്ലോ, അത് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ആണ് വരാം. ആൻഡ് ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് b ബൈ a ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് അവിടെ തേർഡ് കേസ് കോംപ്ലക്സ് റൂട്ട്സ് വരുമ്പോൾ നമ്മളവിടെ ഹോമോജിനിയസ് സൊല്യൂഷൻ എഴുതാം. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ നാച്ചുറൽ റെസ്പോൺസ് ഓഫ് ദി സിസ്റ്റം ഡിസ്ക്രൈബ്ഡ് ബൈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. y of n മൈനസ് 1.5 y of n മൈനസ് 1 പ്ലസ് 0.5 y of n മൈനസ് 2 is equal to x of n. ആൻഡ് y of മൈനസ് 1ൻ്റെ വാല്യൂ 1ഉം അതുപോലെ y of മൈനസ് 2 എന്ന് പറയുന്നത് 0യും ആണ്. അപ്പോൾ നമ്മൾ നാച്ചുറൽ റെസ്പോൺസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നാച്ചുറൽ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ അവിടെ ഇൻപുട്ട് 0 ആയിരിക്കും. സോ നമുക്കവിടെ y of n minus 1.5 y of n minus 1 plus 0.5 y of n minus 2 is equal to 0. അതായത് x of n is equal to 0 ആയിരിക്കും. കാരണം നാച്ചുറൽ റെസ്പോൺസ് ആണ്, ഇൻപുട്ട് 0 ആണ്. ഇനി ഹോമോജനിയസ് സൊല്യൂഷൻ നമ്മൾ എങ്ങനെ കൊടുക്കുക? ലാംഡ റേസ് ടു n എന്നാണ് അവിടെ കൊടുക്കുന്നത്, YH of n എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ ഈ y of n ഉണ്ടല്ലോ, അവിടെ നമ്മൾ എന്ത് കൊടുക്കണം? ലാംഡ റേസ് ടു n വരും. ഇതിലൂടെ y of n മൈനസ് 1 എന്ന് പറയുമ്പോൾ അപ്പോൾ എങ്ങനെയായിരിക്കും വരാം? ലാംഡ റേസ് ടു n മൈനസ് 1 ആണ്. അപ്പോൾ അവിടെ മൈനസ് 1.5 ലാംഡ റേസ് ടു n മൈനസ് 1 പ്ലസ് 0.5 ഇവിടെ n മൈനസ് 2 ആണ്. അപ്പോൾ ഇവിടെ n പകരം n മൈനസ് 2 കൊടുക്കുമ്പോൾ ലാംഡ റേസ് ടു n മൈനസ് 2 അങ്ങനെ അവിടെ പ്ലസ് 0.5 ലാംഡ റേസ് ടു n മൈനസ് 2 എന്നവിടെ വരും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0 നമുക്കവിടെ ഇക്വേറ്റ് ചെയ്യാം. ഇനി നമ്മളിവിടെ ഏറ്റവും ലാംഡയുടെ ഏറ്റവും ചെറിയ പവർ എന്ന് പറയുന്നത് ലാംഡ റേസ് ടു n മൈനസ് 2 ആണ്. അത് നമ്മൾ എന്താണ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. ഇവിടെ ലാംഡ റേസ് ടു n മൈനസ് 2 പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ ലാംഡ റേസ് ടു n ആണ്. സോ അവിടെ ലാംഡ സ്ക്വയർ എന്ന് വരും. മൈനസ് 1.5 ഇവിടെ ലാംഡ റേസ് ടു n മൈനസ് 1 ആണ് വേണ്ടത്. സോ അവിടെ ലാംഡ പ്ലസ് 0.5 is equal to 0.
അപ്പോൾ നമ്മൾ ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ എഴുതി λ² മൈനസ് 1.5 λ പ്ലസ് 0.5 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്കിത് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യാം. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ലാംഡയുടെ 2 വാല്യൂസ് കിട്ടും. അതാണ് നമുക്ക് റൂട്ട്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ λ1ന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 1ഉം ആൻഡ് λ2ന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 0.5 ഇവിടെ കിട്ടി. നമുക്ക് λ1 ആൻഡ് λ2യുടെ വാല്യൂ 1ഉം 0.5 നമുക്കിവിടെ കിട്ടി. ഇത് ഡിസ്റ്റിങ്ക്ട് റൂട്ടിലാണ് പെടുന്നത്. സോ അതിൻ്റെ ഹോമോജീനിയസ് സൊല്യൂഷൻ എന്ന് പറയുന്നത് YH of n is equal to ജനറൽ സൊല്യൂഷൻ C1 λ1 raised to n plus C2 λ2 raised to n എന്നാണ് നമുക്ക് അവിടെ എഴുതിയത് അല്ലേ. അവിടെ λ1ന്റെ വാല്യൂ λ2ന്റെ വാല്യൂ ഇത് രണ്ടും അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അവിടെ നമുക്ക് എന്ത് വരും C1 1 raised to n പ്ലസ് C2 0.5 raised to n നമുക്കവിടെ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിവിടെ ഒരു 2 വാല്യൂസ് ഇവിടെ തന്നിട്ടുണ്ട്. y(-1) = 1ഉം അതുപോലെ y(-2) എന്ന് പറയുന്നത് 0 നമുക്കവിടെ തന്നിട്ടുണ്ട്. നമുക്കത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, y(0)ന്റെ വാല്യൂ നമ്മളവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ n = 0 നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ n = 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y(0) ഇവിടെ YH of n ആണല്ലോ, അതിൽ n നെ 0 ഇട്ട് കൊടുക്കാം. ഇവിടെ C1 ഇവിടെ n നെ 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും, നമ്മൾ ഈ 2 ടൈമിലും n നെ 0 ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ C1 1 raised to 0 പ്ലസ് C2 0.5 raised to 0 എന്ന് വരും. അവിടെ ഇത് എന്ത് raised to 0 വന്നു കഴിഞ്ഞാലും 1 ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി, y(0) എന്ന് പറയുന്നത് C1 പ്ലസ് C2 നമുക്കവിടെ കിട്ടി. സിമിലർലി നമ്മൾ y(1) ആണെങ്കിൽ അവിടെ എന്ത് വരും, നമ്മൾ n നെ 1 ഇട്ട് കൊടുത്താൽ മതി. അവിടെ C1 1 raised to 1 പ്ലസ് C2 0.5 raised to 1 വരും. അപ്പോൾ അത് നമുക്ക് എന്ത് കിട്ടി, C1 പ്ലസ് 0.5 C2 നമുക്കവിടെ കിട്ടി. ഇനി നമുക്ക് എന്താണ് ഈ y(0)യും y(1)ന്റെ വാല്യൂ ആണ് അവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു, y(n - 1.5 y(n-1) പ്ലസ് 0.5 y(n-2) = 0 ആണ് നമ്മൾ എടുത്തതല്ലേ. അപ്പോൾ ആ ഇക്വേഷൻ നമ്മളവിടെ n നെ 0 ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ n നെ 0 ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ എന്ത് വരും, ഇവിടെ 0 ഇട്ട് കൊടുക്കുമ്പോൾ y(0) മൈനസ് 1.5 ഇവിടെ 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്താണ് 0 - 1 - 1 അല്ല, അപ്പോൾ അവിടെ y(-1) വരും. പ്ലസ് 0.5 ഇവിടെ 0 ഇട്ട് കൊടുക്കുമ്പോൾ y(-2) നമുക്ക് അവിടെ വരും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ആ വാല്യൂസ് നമുക്കിവിടെ യൂസ് ചെയ്യാം. അതായത് ഇവിടെ y(-1)ന് പകരം നമുക്ക് 1 ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഇവിടെ y(-2)ന് പകരം 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ അവിടെ 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും, y(0) മൈനസ് 1.5 ഇൻറ്റു 1 പ്ലസ് 0.5 ഇൻറ്റു 0. ഈ 1.5 മാത്രമാണ് അവിടെ വരുന്നത്. അപ്പോൾ അത് നമ്മൾ RHSലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, y(0)ന്റെ വാല്യൂ അവിടെ കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5. നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ y(0) ആണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇനി y(1) കണ്ടുപിടിക്കണം. y(1) കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ n ന് നമ്മളവിടെ 1 ഇട്ട് കൊടുത്താൽ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് y(n - 1.5 y(n-1) പ്ലസ് 0.5 y(n-2) = 0 ആണ്. അതിൽ n ന് നമുക്ക് 1 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും, y(1) മൈനസ് 1.5 ഇവിടെ 1 - 1 എന്ന് പറയുമ്പോൾ 0 അല്ല, അപ്പോൾ y(0) പ്ലസ് 0.5 ഇവിടെ 0 മൈനസ് 1 - 2 എന്ന് പറയുന്നത് -1 ആണ്. അങ്ങനെ y(-1) = 0 എന്ന് വരും. അപ്പോൾ നമുക്ക് ഇനി ഈ വാല്യൂസ് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് y(0) നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, അത് 1.5 ആൻഡ് ക്വസ്റ്റ്യനിൽ y(-1) = 1 അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്ത് വരും, y(1) മൈനസ് 1.5 ഇൻറ്റു 1.5 ഈ y(0)ന് പകരം ഇവിടെ 1.5 ഇട്ട് കൊടുത്തു, പ്ലസ് 0.5 ഇൻറ്റു y(-1) എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ 1.5 ഇൻറ്റു 1.5 എന്ന് പറയുന്നത് 2.25 ആണ് വരുന്നത്. അപ്പോൾ അത് RHSലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ y(1) = 2.25 മൈനസ് 0.5 എന്ന് വരും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1.75. നമുക്ക് y(0)ന്റെ വാല്യൂ 1.5 കിട്ടി. അതുപോലെ y(1) എന്ന് പറയുന്നത് 1.75 കിട്ടി. അത് നമുക്ക് ഈ 2 ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ y(0)ന് പകരം അതുപോലെ y(1)ന് പകരം. അപ്പോൾ നമുക്ക് അവിടെ C1 ആൻഡ് C2 നമുക്കവിടെ കണ്ടുപിടിക്കാം. നമ്മൾ കണ്ടുപിടിച്ച y(0) ആൻഡ് y(n) നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, ഇവിടെ C1 പ്ലസ് C2 ദാറ്റ് ഈസ് ഈക്വൽ ടു y(0) ആണ്. y(0)ന്റെ വാല്യൂ 1.5 ആണ്. അതുകൊണ്ട് നമുക്കവിടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ C1 പ്ലസ് C2 1.5 കിട്ടി. ആൻഡ് നെക്സ്റ്റ് ഇക്വേഷൻ C1 പ്ലസ് 0.5 C2 എന്ന് പറയുന്നത് y(1) ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1.75. അപ്പോൾ നമുക്കിവിടെ 2 ലീനിയർ ഇക്വേഷൻ നമുക്കവിടെ കിട്ടി. അപ്പോൾ ഇത് കാൽക്കുലേറ്റർ സോൾവ് ചെയ്യുക. ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്കവിടെ C1 = 2 ആൻഡ് C2 = -0.5 നമുക്കവിടെ കിട്ടി.
പിന്നെ നമുക്കിത് ഈ ജനറൽ സൊല്യൂഷനിലേക്ക് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്കിവിടെ ഹോമോജിനിയസ് സൊല്യൂഷൻ എങ്ങനെ എഴുതാം? C1ഉം C2 നമ്മൾ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 2 × 1n മൈനസ് നമുക്കിവിടെ -0.5 ആണ് വരുന്നത്. അപ്പോൾ അത് C2ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഇവിടെ -0.5 × 0.5n നമുക്കിവിടെ കിട്ടി. ഫോർ n > 0. ഇങ്ങനെയാണ് നമ്മളിവിടെ നാച്ചുറൽ റെസ്പോൺസ് കണ്ടുപിടിക്കുക.